ഹായ് ഫ്രണ്ട്സ്, ഈ പ്ലാന്റ് ഒന്ന് ശ്രദ്ധിച്ച്. ഇതാണ് ഫെനലോസിസ്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. മഴവെള്ളം വീഴാത്ത സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ ഫെനലോസിസിൻ്റെ തൈകൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോളുള്ള ഇതുപോലത്തെ ചട്ടിയിൽ മാത്രമേ വയ്ക്കാവൂ. കരിക്കട്ട, തൊണ്ട്, ഓട് കഷ്ണം, ഇത് മൂന്നും മാത്രമാണ്. മണ്ണോ മണലോ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കരിക്കട്ട, തൊണ്ട്, ഓട് കഷ്ണം, ഇതിൽ മാത്രമേ ഈ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വളം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഓർക്കിഡിൻ്റെ ബൂം അത് വാങ്ങി സ്പ്രേ ചെയ്ത് കൊടുക്കാം, NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് വരുന്നത് തേങ്ങാവെള്ളം പുളിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങളിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒത്തിരി പൂ പിടിക്കാം. ഏത്തക്കയുടെ തൊലി അതും നമുക്ക് ഉണക്കി പൊടിച്ച് അതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വളപ്രയോഗങ്ങളിലൂടെ നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ കെയർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യമുള്ളവർ നേരെ ഏദൻ തോട്ടത്തേക്ക് വന്നേക്കണേ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.